മുതലപ്പൊഴിയിൽ കടലിൽ കാണാതായ ഭർത്താവിനെ കണ്ടെത്താനായി പെരുമഴയത്തും കുടുംബത്തിന്റെ സമരം. കൈക്കുഞ്ഞുങ്ങളുമായാണ് മുതലപ്പൊഴിയിൽ കാണാതായ ഷിജിന്റെ ഭാര്യ സ്ലിജി പ്രതിഷേധിച്ചത്. അഞ്ചുതെങ്ങ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിന് മുന്നിലായിരുന്നു 3 മണിക്കൂറോളം നീണ്ട ഈ കണ്ണീർ സമരം. തെരച്ചിൽ നടത്താമെന്ന ഉറപ്പല്ല, ഇടപെടലാണ് വേണ്ടതെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. ഒടുവിൽ പള്ളി വികാരി എത്തി സംസാരിച്ചതോടെയാണ് ഈ സമരം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചത്. കോരിച്ചൊരിയുന്ന മഴ, ഉള്ളിൽ അതിലേറെ എരിയുന്ന തീ. 8 നാളായി ഈ കണ്ണുകൾ കടലിലേക്ക് നോക്കി കരയുന്നു. ഉപജീവനത്തിനായി കടലിലേക്ക് പോയ ഷിജിനെ തിരികെ എത്തിക്കാൻ കഴിയാത്ത സംവിധാനങ്ങൾക്കെതിരെയുള്ള രോഷമാണ് കണ്ടത്. 8 ദിവസമായല്ലോ, എന്തോ നടന്ന്. അനങ്ങാത്ത അധികൃതരെ ഉണർത്താൻ കൈക്കുഞ്ഞുങ്ങളുമായി ഭാര്യ ഷിജി അഞ്ചുതെങ്ങ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധം, കൂടെ ഉറ്റവരും. പെരുമഴയ്ക്കും ആ കണ്ണീർ പേമാരിയെ ശമിപ്പിക്കാനായില്ല. 3 മണിക്കൂർ നീണ്ട പ്രതിഷേധം. ഒടുവിൽ അഞ്ചുതെങ്ങ് വികാരി എത്തി സംസാരിച്ചതോടെയാണ് തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചത്. 5 മണിക്ക് മന്ത്രി വന്ന് അവർ പറയുന്ന വാക്ക് എനിക്ക് തൃപ്തികരമല്ല, അവർ തന്ന മറുപടി എനിക്ക് തൃപ്തികരമല്ലെങ്കിൽ വീണ്ടും ഈ സമരം തുടരും. പക്ഷേ ആ കുഞ്ഞുങ്ങളുടെ കണ്ണിലെ കാത്തിരിപ്പ് ഇപ്പോഴും ബാക്കിയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.